മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 23-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ തിരുവചനത്തില് നമ്മൾ ഇങ്ങനെ വായിച്ചു ധ്യാനിക്കുകയാണ്: കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസയരെ, നിങ്ങൾക്ക് ദുരിതം. പ്രിയപ്പെട്ടവരെ, സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പഠിപ്പിക്കുന്ന ഈശോ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പഠിപ്പിക്കുന്ന ഈശോ, ഞാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്, പിതാവ് എന്നെ ലോകത്തിലേക്ക് അയച്ചത് നിങ്ങളാരും ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, രക്ഷിക്കപ്പെടാനാണ് എന്ന് പഠിപ്പിച്ച ഈശോ, നിങ്ങൾക്ക് ദുരിതം എന്ന് പറയുന്ന ഒരു കാര്യം കപടതയാണ്. കപടത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അവർക്ക് ദുരിതം. രക്ഷിക്കാൻ വന്നവൻ, സമാധാനം നൽകാൻ വന്നവൻ, സ്നേഹിക്കാൻ വന്നവൻ, ഞാൻ നിങ്ങളെ ശിക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞവൻ പറയുകയാണ് കപടനാട്യക്കാർക്ക് ദുരിതമെന്ന്. ഉള്ളിലൊന്ന് വെക്കുകയും പുറമെ മറ്റൊന്ന് കാണിക്കുകയും ചെയ്യുന്നതാണ് കപടത. ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയ തിന്മ കപടതയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കണം, ദൈവം വെറുക്കുന്ന വ്യക്തിയാണോ ഞാൻ, അതോ ദൈവം സ്നേഹിക്കുന്ന വ്യക്തിയാണോ ഞാൻ? എന്റെ ഉള്ളിലൊന്ന് വെക്കുകയും പുറമെ ഞാൻ മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഉറപ്പ് ദൈവത്താൽ വെറുക്കപ്പെടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ദൈവം നമ്മളെ മാറ്റി നിർത്തുമെന്ന് നമ്മൾ ആരും മറന്നു. കാരണം കപടനാട്യക്കാരെ രക്ഷിക്കാൻ കർത്താവിന് പറ്റിയല്ല. നിന്റെ ഉള്ളറിയുന്ന ദൈവം നിന്റെ പുറമേക്ക് നോക്കുമ്പോൾ ഉള്ളിലുള്ളത് തന്നെയാണോ പുറത്തുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. കർത്താവ് നിന്നെ പരിശോധിച്ചറിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് മുമ്പിൽ നമുക്കൊന്നും മറയ്ക്കാൻ പറ്റത്തില്ല. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങളും ദൈവം കാണുന്നുണ്ട് എന്ന് മറന്നു പോയേക്കരുത്. ഉള്ളിലൊന്ന് വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിച്ചു കാണിക്കുകയും മറ്റുള്ളവരോട് നല്ലത് പറയുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ സൂക്ഷിക്കണം. ചിലരുണ്ട് മറ്റുള്ളവരെ ഭയങ്കര മോശമായിട്ട് പറയും. അവരെങ്ങാനും മുമ്പിൽ വന്നിരുന്നാലോ അവരെക്കാൾ നല്ലവരായിട്ട് വേറെ ആരും ഉണ്ടാവത്തില്ല. കപടതയായത്. ഈ കപടത ലോകത്തിന് മുമ്പിൽ ചിലപ്പോൾ വിജയിക്കുമായിരിക്കും. ലോകത്തിന്റെ വ്യക്തികളുടെ മുമ്പിൽ ചിലപ്പോൾ ഈ കപടത കൊണ്ട് നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ ഇത് സാധിക്കുകയില്ലെന്ന് നീ തിരിച്ചറിഞ്ഞുകൊള്ളുക. മറ്റുള്ളവരുടെ മുമ്പിൽ പേരെടുക്കാൻ നിനക്ക് പറ്റുമായിരിക്കും, മറ്റുള്ളവർ നിന്നെ ഉയർത്തിപ്പിടിക്കുമായിരിക്കും. പക്ഷെ ദൈവത്തിന് മുമ്പിൽ നിനക്ക് പേരെടുക്കാൻ പറ്റുന്നുണ്ടോ? ദൈവത്തിന് മുമ്പിൽ നിനക്ക് ഉയർത്തപ്പെടാൻ സാധിക്കുന്നുണ്ടോ? കപടനാട്യക്കാർക്ക് ദുരിതമെന്ന് കർത്താവ് പഠിപ്പിക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ സൂക്ഷിക്കണം. നമ്മുടെ ഉള്ളിലൊന്നും പുറമെ മറ്റൊന്നും വെച്ചുകൊണ്ട് നടക്കരുത്. ഉള്ളിൽ എന്താണോ അത് പുറമേ കാണിക്കുക. ഉള്ളിൽ എന്താണോ ഉള്ളത് അത് പുറമേ കാണിക്കുക. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കരങ്ങളെ യാചനയോടെ പിടിച്ച് കപടത എന്നിൽ നിന്ന് അകറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസത്തെ എല്ലാ കാര്യങ്ങളെയും ഈശോയോട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഈശോയെ ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. വിശുദ്ധിയോടെ ഈ ദിവസം ജീവിക്കുവാൻ ഇവരെ സഹായിക്കണമേ. ആപത്തുകളും അപകടങ്ങളും ഇവരിൽ നിന്ന് അകന്നു നിർവീര്യമായി തീരട്ടെ. കർത്താവ് എല്ലാ തടസ്സങ്ങളും ഇവരിൽ നിന്ന് മാറിപ്പോകട്ടെ. ബന്ധനങ്ങൾ ഇവരിൽ നിന്ന് അഴിയട്ടെ. പൈശാചിക ശക്തികൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.